മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം വി.ഡി. സതീശൻ ആദ്യമായി സ്വന്തം നാട്ടിലെത്തിയ ദിവസമാണിന്ന്. ആവേശപൂർണമായ സ്വീകരണമാണ് തങ്ങളുടെ നേതാവിന് എറണാകുളം നൽകിയത്. മുഖ്യമന്ത്രി, ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, എം.എൽ.എമാർ എന്നിവർക്ക് കൊച്ചി പൗരാവലിയാണ് സ്വീകരണം ഒരുക്കിയത്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സ്വീകരണം. നടൻ കുഞ്ചാക്കോബൻ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിനെത്തി. എന്നാൽ പരിപാടിയിൽ സർപ്രൈസായി എത്തി നടൻ മമ്മൂട്ടി ഞെട്ടിച്ചു. മുഖ്യമന്ത്രിയെ പൊന്നാടയണിയിച്ച് മെഗാസ്റ്റാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കേരളത്തിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിയായി അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് കുറച്ച് കാലത്തേക്കാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ഉത്തരവാദിത്തമാണ് സതീശൻ്റെ ചുമലിൽ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നേതൃത്വം വഹിക്കേണ്ട ചുമതലയാണ്. മികച്ച നേതൃത്വം നൽകാൻ സതീശന് കഴിയട്ടെ എന്ന് ആശംസിച്ചാണ് മമ്മൂട്ടി മടങ്ങിയത്. മറുപടി പ്രസംഗത്തിൽ ജില്ലയ്ക്ക് ഒരു പിടി സമ്മാനങ്ങളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. രാജ്യത്തിന് മാതൃകയായ നഗരമാക്കി കൊച്ചിയെ മാറ്റും. നിലവിലെ നഗരത്തിൻ്റെ പരിധി മാറ്റി ട്വിൻ സിറ്റി എന്ന സങ്കല്പത്തിലേക്ക് പോകണം. അപ്പോൾ ആലുവ, അങ്കമാലി എല്ലാം ഉൾപ്പെടും. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി എറണാകുളത്തെ മാറ്റും. സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു കയ്യൊപ്പ് ചാർത്തും എന്ന പ്രഖ്യാപനത്തെ കയ്യടികളോടെയാണ് നാട്ടുകാർ അംഗീകരിച്ചത്. ആ പ്രഖ്യാപനങ്ങൾ കേൾക്കാം. ഞാൻ സി മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും. ഞാൻ ഉറപ്പു തരുന്നു. ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിന്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടർ ഉണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. എല്ലാം ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു.